ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോളിലേക്കാണ്. എന്തായാലും ഡിസംബറിൽ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഷുവറാണ്. അതുകൊണ്ട് നമ്മൾ വേറൊന്നും ആലോചിക്കാണ്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്ന്. എന്തായാലും വന്നതിന് മോശം ഉണ്ടായിട്ടില്ല. കാരണം ഒരു സൈഡ് ഫുള്ള് DSFൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു സൈഡ് ദ ബേബി സോഷ്യലിൻ്റെ ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഫുൾ കളർഫുൾ ആയിരുന്നു. കാരണം ഫുൾ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ലൈറ്റ്സും ക്രിസ്മസ് ട്രീയും കുറേ ആൾക്കാരും നല്ല വൈബ് ഉണ്ടായിരുന്നു. ആ ക്രിസ്മസ് ട്രീ ആണെങ്കിൽ ഒരു ഹ്യൂജ് ക്രിസ്മസ് ട്രീ ആണ്. കാരണം നമുക്ക് ദൂരത്തുനിന്നേ അത് കാണാൻ പറ്റുന്നുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. താനിക്കാതെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ ലൈറ്റും ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്നത്. അവിടുന്ന് ഇങ്ങനെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ സാൻഡ് ആർട്ട് ചെയ്യുന്നുണ്ട് ഒരാളിരുന്നിട്ട്. പിന്നെ കുട്ടികൾക്കെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ പരിപാടികൾ അവിടെ ഉണ്ട്, പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും അങ്ങനത്തെ ഒക്കെ. പിന്നെ ഒരു സൈഡിൽ കാർണിവൽ ഉണ്ട്, അതിൻ്റെ അകത്ത് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ഇങ്ങനത്തെ സ്റ്റോളുകളുണ്ട്, ഫുഡും കോഫിയും ഐസ്ക്രീം ജ്യൂസ് അങ്ങനത്തെ ഒക്കെ ഉള്ള. എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലൂടെ കഷ്ടപ്പെട്ടാണ് നമ്മൾ നടന്നിട്ട് പോയത്. കാരണം എല്ലാം കാണുകയും വേണം, എന്നാൽ റഷ്യയെല്ലാം കൊണ്ട് നീങ്ങാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. കുറേ സാധനങ്ങൾ അവരവിടെ സെല്ല് ചെയ്യുന്നുണ്ട്, കുറേ ഇങ്ങനത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസ്, ജ്വല്ലറി ഐറ്റംസ്, പിന്നെ പലസ്തീനിയൻ പ്രിൻ്റുള്ള കുറേ ഷോള്, മാസ്ക്, അതുപോലെ തന്നെ കുറേ ഷർട്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ക്രിസ്മസ് ട്രീൻ്റെ താഴെ തന്നെ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നു. അവിടെ ക്രിസ്മസ് സാൻറ്റ ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഹായൊക്കെ പറഞ്ഞ് ഈ ക്രിസ്മസ് സാൻറ്റൻ്റെ കൂടെ നമുക്ക് അവിടെ പോയി ഇരുന്നിട്ട് ഫോട്ടോസ് എടുക്കുക. അവരപ്പം തന്നെ അത് പ്രിൻ്റ് ചെയ്ത് തരുകയും ചെയ്യും. അതിനൊരു ചെറിയൊരു എമൗണ്ട് പേ ചെയ്യണം. പക്ഷെ നമ്മളത് എടുത്തിട്ടൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് അവിടെ നിന്നിട്ട് നോക്കി. പിന്നെ നമ്മളിങ്ങനെ ഓരോ സ്റ്റോളായിട്ട് ഇങ്ങനെ സൈഡിലേക്കൂടെ നോക്കി നടന്ന് കണ്ട് അങ്ങനെ കുറേ നടന്ന്. മൊത്തത്തിൽ നല്ല രസം. കാരണം നല്ല തണുപ്പും ഉണ്ടായിരുന്നു, ഇങ്ങനെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നമുക്കൊരു മടുപ്പ് വരുന്നുണ്ടായിട്ട്. റഷ് ഉണ്ടെങ്കിലും നമുക്ക് നല്ല രസം ഉണ്ടായിരുന്നു നടന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറേ നടന്ന് കണ്ട് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ചെറിയ ഫുഡ് ട്രക്ക് പോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ, കുറേ കഫേയും കാര്യങ്ങളൊക്കെ. പക്ഷെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് വാങ്ങിക്കുകയെല്ലാം ചെയ്യാം അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനെ പോകുമ്പം ഒരു പരേഡ് ഉണ്ടായിരുന്നു, ചെറിയൊരു ബാൻഡും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. കുട്ടികൾക്കെല്ലാം നല്ല എൻജോയ് ആക്കാൻ പറ്റും. സൈഡിൽ നിന്ന് നമ്മൾ കുറച്ചേരം ഇങ്ങനെ നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ താനുവിനെ സാൻറ്റാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. താനു ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയായിരുന്നു, കാരണം താനു ഇതുവരെ ഈ സാൻറ്റാനൊന്നും കണ്ടിട്ടില്ല. അവിടെ ഓനക്ക് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കാർണിവലിൻ്റെ അകത്തേക്ക് പോയി. അതിനുള്ള ഫുള്ള് ഗെയിംസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അവിടെ നിന്നൊരു കാർഡ് എടുത്തിട്ട് അതിൽ പൈസ ഇതാക്കിയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. കളിച്ച് കഴിഞ്ഞാൽ വിന്നായാൽ നമുക്ക് ആ ഒരു ഗിഫ്റ്റെല്ലാം കിട്ടും. അത് അധികം പരിപാടിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളിങ്ങനെ ജസ്റ്റ് അതെല്ലാം ഇങ്ങനെ നോക്കി നടന്ന് കണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ സാൻഡ് ആർട്ട് ചെയ്തിട്ടുള്ള ബോട്ടിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോഴത്തേക്ക് 9:30 ആകുമ്പോഴത്തേക്ക് അവിടെ നല്ല ഫയർ വർക്ക്സ് വന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഫയർ വർക്ക്സ് കാണുന്നത്. അതുകൊണ്ട് ത്രില്ലോടെ നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കി. കുട്ടികളും വലിയ ആൾക്കാരും ഒരേപോലെ ആസ്വദിക്കുന്നുണ്ട് ഫയർ വർക്ക്സ്. ദുബായിൽ ഫയർ വർക്ക്സ് പറഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേകത ആയിരിക്കുമല്ലോ, നല്ല രസമായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് എൻജോയ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ നോക്കി നിന്ന് അവിടെ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് നല്ല വൃത്തിക്ക് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റോളം ഈ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആകുമ്പോൾ ഗംഭീരമായിരുന്നു ഫയർ വർക്ക്സ്. മൊത്തത്തിൽ ഫുൾ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫയർ വർക്ക്സ് കഴിഞ്ഞ് നമ്മൾ നേരെ DSFൻ്റെ ആ പ്രോഗ്രാമിൻ്റെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ സ്റ്റേജിൽ ഒരു ലൈവ് കോൺസേർട്ട് നടക്കുന്നുണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട്. ജസ്റ്റ് നമ്മളവിടെ ഇരുന്ന് കുറച്ച് നേരം അത് കേട്ട്. ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമ്മളും ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം നോക്കി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ലുലുവിലേക്ക് പോയി. അവിടെ ഫിഷിൻ്റെ ഏരിയയിലേക്ക് പോയി. അപ്പോൾ അവിടെ ലൈവായിട്ട് ഫിഷ് ഇങ്ങനെ തിലാപ്പിയ ഉണ്ടായി. അത് നമുക്ക് വേണമെങ്കിൽ അവർ കട്ട് ചെയ്ത് ഇതാക്കി തരും. നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ റൂമിലെത്തി. ഇത് പിന്നെ ആദ്യം നമ്മൾ ആപ്പാൻ്റെ റൂമിൽ പോയിട്ടുണ്ടായി. അപ്പോൾ ആപ്പ നമുക്ക് തന്ന ഫുഡാണ്. അതുകൊണ്ട് ഒരു 3-4 ദിവസത്തേക്ക് ഫുഡൊന്നും കുക്ക് ചെയ്യേണ്ട. ആ സന്തോഷത്തിൽ ഞാനെല്ലാം എന്താണെന്ന് നോക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ച്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.